മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ യുവനടിമാരിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടിയ താരമാണ് അനുമോൾ. മികച്ച കഥാപാത്രങ്ങളിലൂടെ മുൻനിരയിൽ എത്തിയിരിക്കുകയാണ് അനുമോൾ ഇന്ന്. ചായില്യം എന്ന മലയാള സിനിമയിലൂടെയാണ് അനുമോളെ പ്രേക്ഷകർ അറിഞ്ഞു തുടങ്ങിയത്. പിന്നീട് വെടിവഴിപാട് എന്ന ഏറെ ചർച്ച ചെയ്യപ്പെട്ട മലയാള സിനിമയുൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങളിൽ നടി അഭിനയിച്ചു. ഇന്ന് മലയാളി മനസ്സിൽ ഏറെ പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് അനുമോൾ. വളരെയധികം വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ് അനുമോൾ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. മറ്റു താരങ്ങളെപ്പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അനുമോൾ വളരെ സജീവമാണ്. സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ സിനിമാ വിശേഷങ്ങളും ഫോട്ടോസും വീഡിയോകളും ഒക്കെ അനുമോൾ പങ്കുവെക്കാറുണ്ട്. സിനിമയിലെ ലൈംഗിക ചൂഷണത്തെ പറ്റിയുള്ള ആരോപണങ്ങളെക്കുറിച്ച് മുൻപൊരിക്കൽ അനുമോൾ പ്രതികരണവുമായി എത്തിയിരുന്നു. ഒരു ചാനൽ അഭിമുഖത്തിലായിരുന്നു നടി തൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഒരാൾ തൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ എപ്പോഴും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാളെ ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു നടിയുടെ പ്രസ്താവന. താൻ എപ്പോഴും ബോൾഡായി സംസാരിക്കുന്ന വ്യക്തിയാണെന്നും തന്നെ വീട്ടുകാർ അങ്ങനെയാണ് വളർത്തിയതെന്നും നടി അന്ന് പറഞ്ഞിരുന്നു. തന്നോട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മോശമായ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ താൻ കർശനമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുമെന്നും നടി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് പോലെ യാതൊരു തരത്തിലുള്ള ലൈംഗിക പീഡന അനുഭവങ്ങളും തനിക്ക് ഉണ്ടായിട്ടില്ലെന്നും അനുമോൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. ഒരാൾ തൻ്റെ ഇഷ്ടപ്രകാരം സമ്മതിച്ചു കൊടുത്തതിന് ശേഷം അതും പറഞ്ഞ് നടക്കുന്നത് തീരെ മര്യാദയില്ലാത്ത കാര്യമാണെന്നും നടി പറഞ്ഞു. തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ആരും ആരെയും ചൂഷണം ചെയ്യാൻ തയ്യാറാവില്ലെന്നും നടി വ്യക്തമാക്കി. പിന്നീട് ഏത് സാഹചര്യമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്ത് സാഹചര്യം തന്നെയാണെങ്കിലും എല്ലാം സമ്മതിച്ച ശേഷം പിന്നീട് പൊതുസമൂഹത്തിൽ വന്നു നിന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്നത് മാന്യതയല്ലെന്നും നടി പറഞ്ഞു. സിനിമയിൽ ഗ്ലാമറസ് ആയി അഭിനയിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ നിർബന്ധിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും അത് പറ്റാത്ത കാര്യമാണെങ്കിൽ തന്നെ കൊണ്ട് പറ്റില്ല, മറ്റാരെയെങ്കിലും വിളിച്ച് അഭിനയിപ്പിച്ചോളൂ എന്ന് പറയണമായിരുന്നുവെന്നും അനുമോൾ പറഞ്ഞു.